ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ആരാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ആരാണ് ചിന്തിക്കുന്നത്? സോറി. ഓക്കേ, ഓക്കേ. ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ആരാണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം തന്ന് അല്ലെങ്കിൽ ശാരീരിക സമ്മർദ്ദം തന്ന് നിങ്ങളൊരു വേഴ്സ്റ്റ് കണ്ടീഷനിലോട്ടിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു എന്താ പറയാ, നിങ്ങൾ ടോട്ടലി നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്ന് പിടിച്ചു കുലുക്കിയ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ആരുമല്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പോയ ഒരാളാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. മനസ്സിലായോ? എങ്ങനെ ചിന്തിക്കുന്നു, അതായത് എന്തുകൊണ്ട് ചിന്തിക്കുന്നു? അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അതായത് ഇപ്പോ നോർമലി ഭയങ്കര ആഹ്ലാദപരമായിട്ടുള്ള പല കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള പല കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചിന്തിക്കണമെന്നില്ല. പിന്നെ പുറം ലോകത്തിനെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ ആനയാണ് ചക്കയാണ് മാങ്ങയാണ് മത്തങ്ങയാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ജീവിതം ഈ പുറം പോളിഷ് ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും പറയാനില്ല. പക്ഷെ ഇന്റേണലി ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എങ്ങനെ അവർ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം നമ്മളല്ല, നിങ്ങൾ ഈ പേഴ്സൺ, അതായത് നിങ്ങളുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പോയ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് വിശ്വാസവഞ്ചന തന്നിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഈ വ്യക്തി നിങ്ങളെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സ്നേഹം കൊടുത്തു വാങ്ങിച്ചൊരു കാര്യമാണ്. സ്നേഹം കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിച്ചൊരു സമ്മാനമാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പ്രവർത്തിച്ചു, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചു. അതിനൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതൊന്നുമല്ല, നിങ്ങളെ വേണ്ട, അല്ലെങ്കിൽ നിങ്ങളല്ല, എൻ്റെ ലോകം വേറെ ഒരാളും കൂടി ഉണ്ട്, എൻ്റെ ലോകം ഇതുമല്ല, എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയാണ് നിങ്ങളുടെ വേൾഡ്, അല്ലെങ്കിൽ ഈ വ്യക്തിനെ ചുറ്റിപ്പറ്റിയാണ് നിങ്ങൾ കറങ്ങിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് വെച്ചേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ എല്ലാ രീതിയിലും അടിയറവ് പറഞ്ഞിരിക്കുക, പൂർണ്ണമായിട്ട് അർപ്പിച്ചിരിക്കുക. മാനസിക സന്തോഷവും ശാരീരിക സന്തോഷവും അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടലി ഉള്ള നിങ്ങളുടേതായിട്ടുള്ള ഒരു പൂർണ്ണത ഈ വ്യക്തിയുടെ അടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ലോകത്തെ എല്ലാ ആളുകളെ കണ്ടു കഴിഞ്ഞാലും ഒന്നുമല്ല, അവരൊക്കെ ജീവിതത്തിന്റെ പാർട്ടുകൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ മനുഷ്യൻ, ഈ മച്ചമ്പിനെ നിങ്ങൾ വിചാരിച്ചിരുന്നത് എൻ്റെ എല്ലാം, എനിക്ക് ഈ ലോകത്തിന്റെ ഈ വേൾഡിന്റെ ഏതൊരറ്റത്തിരുന്നാലും ഞാൻ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആള് വേണം, ഇയാളുടെ പ്രസൻസ് വേണം, ഇയാളുടെ എല്ലാം വേണം.
അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ ഒരു സംഭവത്തിലായിരുന്നു. അത് ചിലപ്പോൾ സമൂഹത്തിൽ ഇത്തിരി അറിയപ്പെടുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ കുടുംബമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ കുടുംബമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വ്യക്തിയുടെ അടുത്ത് വന്നിരിക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത്തിരി അറിയപ്പെടുന്ന ആളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായി, എനിക്ക് പല വിഷമങ്ങളുണ്ടായി, അതെന്തുകൊണ്ടുണ്ടാകുന്നു, അത് അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കൺട്രോൾ ഇല്ലായ്മ വന്നു. മാനസികവും ശാരീരികവുമായിട്ട് തളർച്ച, ക്ഷീണം, കൺട്രോൾ ഇല്ലായ്മ, ആര് ആശ്വസിപ്പിച്ചാലും നിങ്ങൾ അവിടെ നിൽക്കുന്നില്ല, ഉറക്കമില്ലായ്മ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാൻ തുടങ്ങി. ആരുടെയും ഒരു ആശ്വാസം, ഇപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുടെ ആശ്വാസമാണെങ്കിലും, നിങ്ങളുടെ ഫാമിലിയുടെ ആശ്വാസ വാക്കുകളാണെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും, ജോലി സ്ഥലത്തെ ആളുകളുടെ ആണെങ്കിലും, വാട്ടവർ ആരുടെ കാര്യങ്ങളാണെങ്കിലും, നിങ്ങൾക്കത് തൽക്കാലം നിങ്ങൾ ഒരു 5 മിനിറ്റ് കേട്ടിരുന്നാലും മണിക്കൂറുകളോളം കേട്ടിരുന്നാലും നിങ്ങളുടെ മനസ്സിന് അതൊരു ആശ്വാസമായിരുന്നില്ല, നിങ്ങൾക്കത് ആശ്വാസമായിട്ട് തോന്നിയില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങൾക്കത് ഈ ലോകത്ത് ആരൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ അകത്തുള്ള ഒരു പിടിവാശി, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയുടെ അടുത്ത് ഒരു ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ആ ഒരു കാര്യം ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളൊരു ഇതുണ്ട്. കാരണം കുറച്ച് ആളുകൾ, വീഡിയോ കാണുന്ന കുറച്ച് ആളുകൾ വിചാരിക്കുന്നത്, ഞാൻ എൻ്റെ ഭാഗത്താണോ തെറ്റ്, ഞാനാണോ ഇതിൻ്റെ അകത്ത് തെറ്റ് വരുത്തിയ ആള്, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുള്ളത് കൊണ്ടാണോ ആ വ്യക്തി എൻ്റെ അടുത്ത് വിശ്വാസമില്ലായ്മയൊക്കെ കാണിച്ചത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അങ്ങനെ സ്വന്തമായിട്ട് തെറ്റുകുറ്റങ്ങൾ സ്വന്തമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ആളുകളുണ്ട്. പിന്നെ കുറച്ച് ആളുകൾ, കുറേ ആളുകൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതായത് ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും, ഇത്രയൊക്കെ മറ്റുള്ളവരെയൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടും, ഇത്രയൊക്കെ എന്നെ ഒരുപാട് സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ സ്നേഹവും എൻ്റെ പരിഗണനയും എൻ്റെ പ്രയോറിറ്റി, എൻ്റെ ചോയ്സ് എല്ലാം ഞാൻ ഈ വ്യക്തിയിൽ അർപ്പിച്ചിട്ടും ഈ വ്യക്തി ഞാനൊന്നുമല്ല, എന്നെ ഒന്നുമല്ലാതാക്കി പോയി, അതെന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു ദൈവമേ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ ഒരു കണ്ണുനീര് നിങ്ങളുടെ ഭൂമിയിൽ വീണിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടം ആ ഒരു കണ്ണുനീരിൻ്റെ തുള്ളി വീണിട്ടുണ്ട്. ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. മനസ്സിലായോ? കാരണം അറിയാലോ, ഇപ്പോൾ കുറച്ച് എന്താ പറയുക, നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒന്നുമല്ല, ലവർ തന്നെയാണ്. ചിലപ്പോൾ ഭർത്താവായിരിക്കാം, ഭാര്യ ആയിരിക്കാം, അതുപോലെ ജീവിച്ച ആളുകളായിരിക്കാം, ലിവിങ് ടുഗദറായിട്ട് ജീവിച്ചതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് തോന്നിയ ഒരു ഇതായിരിക്കാം. കാരണം നിങ്ങൾ ഇവരായിട്ട് ഒരേ എൻ്റെ ഒരു ഇതാണല്ലോ, അതായത് എനിക്ക് പറ്റിയ ആളാണിത്, എനിക്ക് ഇതില് വലിയ ആൾ എനിക്കില്ല, എൻ്റെ എല്ലാത്തിനും കൂടി പറ്റുന്ന ഒരു വ്യക്തി ഇത് തന്നെയാണെന്നാണ് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു സമയം. അപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, നിങ്ങളോട് ഒരുപാട് വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ട്, ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഇവരെ ആവശ്യമാകുന്ന പല സമയങ്ങളും ഉണ്ടായി ജീവിതത്തിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ വേണമെന്നുള്ള പല വിഷമഘട്ടങ്ങളും ഉണ്ടായി, ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി. പക്ഷെ അപ്പോഴൊക്കെ എന്താണ്, ഞാനൊന്നും ചെയ്തു തരില്ല, എന്താ പറയാ, ഞാനൊന്നും കണ്ടില്ല രാമനാരായണ എന്നും പറഞ്ഞ വല്ലയിടത്തും വരും, അല്ലെങ്കിൽ വേറെ വല്ല ഉത്സവാഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുത്തോണ്ട് തുടങ്ങും. ഉത്സവാഘോഷം എന്ന് പറയുമ്പോൾ പള്ളിപ്പെരുന്നാളോ അമ്പലത്തിലെ ഉത്സവമൊന്നുമല്ല, ബാക്കി സ്വന്തം കണ്ടെത്തുന്നതായിട്ടുള്ള ആനന്ദ ആഹ്ലാദ നൃത്തം ആടി പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടന്നിരുന്നു. അപ്പൊ അതൊരാള് നമ്മൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളുടെ സമയം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളുടെ വാക്കുകൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളുടെ പ്രവർത്തികൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്നും
നിങ്ങളുടെ ഈ വ്യക്തി കാണാനും കേൾക്കാനും കൂട്ടാക്കിയില്ല. ഇപ്പോൾ ചിലപ്പോൾ യൂണിവേഴ്സിന്റെ ഒരു പ്രവൃത്തിയായിരിക്കാം. നല്ല രീതിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നല്ലത് ഏതാണ്, ശരി ഏതാണ്, എവിടെ നിന്നാൽ എന്ത് കിട്ടും, എന്താണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്ന് ഇപ്പൊ എവിടെയാണോ പോയിരിക്കുന്നത് അവിടെ നിന്ന് വല്ല പരിപാടികളൊക്കെ കിട്ടുന്നുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ഒരുപാട് പിരിമുറുക്കങ്ങൾ. സത്യം പറയാലോ, ഈ വ്യക്തിനെ നിങ്ങളല്ലാണ്ട് ഈ ലോകത്ത് ആരും സഹിക്കില്ല. മനസ്സിലായോ? ഈ വ്യക്തിനെ പൂർണ്ണമായിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി മാത്രമേ സഹിക്കുള്ളൂ. അല്ലാതെ ഈ വ്യക്തിനെ ഈ ലോകത്ത് ആരും സഹിക്കാൻ പോകുന്നില്ല. മറ്റുള്ളവർക്ക് സഹിക്കേണ്ട കാര്യമുണ്ടോ? ഈ വ്യക്തി അങ്ങനത്തെ, അതായത് കുറച്ചൊക്കെ ഇത്തിരി പിടിവാശിയും കുറച്ചൊക്കെ ഇത്തിരി ഒരു തൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളും മാത്രം കൈകാര്യം ചെയ്യുന്ന, തൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന, വീണെടുത്ത് കിടന്ന് ഉരുളുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നുണ അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് മറ്റുള്ളവരെ സത്യമാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ചില ആളുകളൊക്കെ അതൊക്കെ വിശ്വസിക്കും, മറ്റുള്ളവരൊക്കെ അതൊക്കെ വിശ്വസിക്കും. പുറമേ ഉള്ള അടുത്തൊക്കെ പകൽമാന്യൻ അല്ലെങ്കിൽ പകൽമാന്യത്തിയായിട്ടൊക്കെ ചില ആളുകളൊക്കെ കണക്കാക്കും. പക്ഷെ ആക്ച്വലി ആളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കേ അറിയുള്ളൂ. പക്ഷെ ഇപ്പൊ പണ്ട് ചെയ്ത തെറ്റുകളെ ഓർത്തുള്ള ഒരു പശ്ചാത്താപം, അല്ലെങ്കിൽ പണ്ട് ചെയ്ത കാര്യങ്ങളെ ഓർത്തുള്ള ഒരു പശ്ചാത്താപം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നിമിഷം അവര് അനുഭവിക്കുന്നുണ്ട്. നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രസൻസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന മെമ്മറീസ് ആയിരിക്കാം, നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പാസ്റ്റ് മെമ്മറീസ്, ട്രാവലിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ചേരുമ്പോഴുള്ള ഒരു പല നിമിഷങ്ങളായിരിക്കാം. ചിലപ്പോൾ നമുക്ക് 1000 പേര് നമ്മളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചാലും, 1000 പേര് നമ്മളുടെ കൂടെ എന്താ പറയാ സംസാരിക്കാൻ ആഗ്രഹിച്ചാലും, ഒരു പർട്ടിക്കുലർ വ്യക്തി തരുന്ന ഒരു സന്തോഷം ചിലപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ആർക്കും തരാൻ പറ്റില്ല. അത് നമ്മളും കൂടി അംഗീകരിക്കണം. ഈ വ്യക്തിനെ നിങ്ങൾ അങ്ങനെ അംഗീകരിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ വ്യക്തിക്കും അറിയാം. പക്ഷെ അതെന്താ പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്നേഹത്തിന് പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി നല്ല രീതിക്ക് മുതലെടുത്തു. നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്തു, അതെന്താണ് അങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ, മറ്റതെന്താണ് അങ്ങനെ. അപ്പൊ അത് ഒഴിഞ്ഞു മാറി അങ്ങനെയല്ല എന്ന് പറഞ്ഞു, ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകാരി, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകാരൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ അതിലൊക്കെ പശ്ചാത്താപമാണ്. കാരണം എന്തോ ഇവിടെ നിന്ന് നല്ല പണി കിട്ടുന്നുണ്ട് കേട്ടോ. പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിക്ക് പണികൾ മേടിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പൊ നിലവിൽ കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ അത് കൂട്ടും. അത് തന്നെ. അങ്ങനെയുള്ള പണി മേടിച്ചു കൂട്ടലുകൾ അത് നിങ്ങളുടെ ചെവിയിൽ തന്നെ, നിങ്ങളുടെ കൺമുൻപിലോ അല്ലെങ്കിൽ ചെവിയിലോ കാണാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. യെസ്, മനസ്സിലായോ? അതായത് ഇവർക്കൊരു സ്വഭാവമുണ്ട്. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, ഇറങ്ങിപ്പോകാം, തിരിച്ചു വരാം, ഇറങ്ങിപ്പോകാം, തിരിച്ചു വരാം. ഇവർക്ക് നിങ്ങളുടെ അടുത്ത് എപ്പോൾ വേണേലും സംസാരിക്കാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഇതെന്ത് സ്വഭാവമാണ്? നമ്മൾ ഫീലിങ്സ് വെച്ച് കളിക്കാൻ പറ്റുമോ? അവരെപ്പോ വന്നാലും നിങ്ങൾ സംസാരിക്കാൻ റെഡി ആയിരിക്കണം. അവര് ഇപ്പൊ റൊമാൻറ്റിക് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി റൊമാൻറ്റിക് ആയിരിക്കണം. ഇവര് എപ്പം നിങ്ങളോട് സംസാരിക്കാൻ, അതായത് ഇവര് ദേഷ്യപ്പെടാനായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കേട്ടിരിക്കണം. ഇവര് നിങ്ങളുടെ അടുത്ത് വേറെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഇവർക്ക് അനുസരിച്ചുള്ള ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയാണ് കുറച്ചു പേർക്ക് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇവരുടെ സന്തോഷം ഇവർക്ക് വലുതാണ്. ഇവരുടെ മൂഡിനനുസരിച്ച് നിങ്ങൾ നിന്നു കൊടുക്കണം, പ്രവർത്തിക്കണം. അങ്ങനെയുള്ള ഒരു മൈൻഡാണ്. നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ കാണുന്ന ആൾ എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കാം വീഡിയോ വാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ട്രാവലിങ്ങിനോട് ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. ഒരുപാട് ക്രേസ് ഉണ്ടാകാം, ചിലപ്പോൾ വണ്ടികളോടായിരിക്കാം.
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഈ ആളാണ് നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ചിന്തിക്കുന്നത്. ഈ ആള് നമുക്കിപ്പോൾ ഈ സ്വിച്ച് ഇട്ട മറന്ന പോലെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇയാൾ അങ്ങനെ ചിന്തിക്കുന്നത്, ഈ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നത്. അന്യൻ സിനിമയിൽ പോലെ റമോ, അമ്പി, അന്യൻ, അങ്ങനെ 3 ഇതുപോലെ അപ്പൊ തന്നെ ഇങ്ങനെ നമുക്ക് വേഷപ്പകർച്ച ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സെൽഫ് റെസ്പെക്ട്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇമോഷണൽ ഫീലിങ്സ്, മെന്റൽ ഫീലിങ്സ്, ഫിസിക്കൽ ഫീലിങ്സ് എല്ലാം ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്യും. ലൈഫ് പാർട്ട്ണറിന്റെ അടുത്ത് ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും എന്തിലാണെങ്കിലും. പക്ഷെ ഒരുപാട് നമ്മൾ അടിയറവ് പറയരുത്. ഒരുപാട് നമ്മൾ അടിയറവ് പറയുമ്പോഴാണ് നമ്മളെ യൂട്ടിലൈസ് ചെയ്ത് നമ്മളെ മുതലെടുത്ത് ബുദ്ധിമുട്ടിലാക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരു ലൈഫും ഇല്ല. അത് ഏത് ബന്ധത്തിനും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അല്ലാതെ ഈ പറയുന്ന പോലെ എല്ലാ പരിപാടിയും ചെയ്ത് ഫിസിക്കലി മെന്റലി ടോർച്ചർ ചെയ്ത് ടോക്സിക് ആക്കി ബുദ്ധിമുട്ടിലാക്കി ചീറ്റ് ചെയ്ത് അങ്ങനെ അങ്ങേയറ്റം കൊണ്ട് എത്തിച്ചിട്ട് എന്താണ് മറ്റേ കൈ കഴുകി ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനും അല്ല, എൻ്റെ കയ്യോ അല്ല എന്നുള്ള രീതിയിൽ എന്താ നേരത്തെ നടന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റി എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് വരുവാണെങ്കിൽ അതിന്റെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. കാരണം അനുഭവിച്ചവർക്കാണ് അതിന്റെ വ്യാപ്തി അറിയുള്ളൂ. അനുഭവിച്ചവർക്കാണ് അതിന്റെ കാര്യങ്ങൾ അറിയാവുന്നത്. അപ്പൊ അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളാണ്. കാരണം നിങ്ങളുടെ അടുത്ത് വീണ്ടും അടുത്ത് കൂടണമെന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് വീണ്ടും ഒരു ജീവിതം തുടങ്ങണമെന്നുണ്ട്, വീണ്ടും ഒരു സ്റ്റാർട്ടപ്പ്, വീണ്ടും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ എങ്ങനെ എടുക്കുമെന്നും അറിയില്ല. കാരണം നിങ്ങളുടെ അടുത്ത് വീണ്ടും ഒരു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല, ലവർ മൈൻഡ് തന്നെയാണ്. ഇതിന് ഫ്രണ്ട്ഷിപ്പ് ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ അടുത്ത് പുതിയ രീതിയിലുള്ള പരിപാടികളൊക്കെ തുടങ്ങണമെന്ന് നല്ല രീതിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് സിംഗമാണ്. ഓക്കെ, അപ്പൊ പ്ലാനിങ് സിംഗം പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് വേണമെന്ന്. ഒരു വ്യക്തി എല്ലാം മറന്ന് പ്യൂരിഫിക്കേഷൻ ആയിട്ട് ജീവിതത്തിലെല്ലാം ഇനി ഞാൻ നിങ്ങളുടെ കൂടെയാണ് എല്ലാം മറന്ന് എല്ലാ രീതിയിലും പരിശുദ്ധയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരവസരമൊക്കെ കൊടുക്കാം അല്ലേ. അല്ലെങ്കിൽ ഈ വ്യക്തിനെ പറ്റിയൊരു വ്യക്തത ജീവിതത്തിൽ വരുത്തുക. ഈ വ്യക്തിക്ക് ഇപ്പോഴും വേറെ പരിപാടികളുണ്ടോ, തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പൊ എന്താണ് സ്റ്റിൽ ചെയ്യുന്നത്, ഈ വ്യക്തിയുടെ സ്വഭാവം ഒബ്സർവ് ചെയ്യുക. ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇനിയും വന്നാൽ എനിക്ക് ഇനിയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, ഇനിയും എന്നെ ചില ആളുകള് മനസ്സുകൊണ്ടൊക്കെ ഹീലായി റിക്കവേർഡ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ എന്താണ് ബൂമാറാങ് പോലെ ഈ സാധനം വരും. പിന്നെ നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും, നമ്മൾ ഒന്നേന്ന് തുടങ്ങിയ സ്ഥലത്ത് തന്നെ പോയിക്കൊണ്ട് നിർത്തും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ഈ വ്യക്തിക്ക് ഇപ്പൊ തേർഡ് പാർട്ടി കണക്ഷനിൽ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പോഴും ഈ വ്യക്തിക്ക് അങ്ങനത്തെ ഇടപാടുകളൊക്കെ ഉണ്ടോ, ഇപ്പോഴും ഈ വ്യക്തി എന്താണ് പരിപാടി, അതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അല്ലാതെ ഓടിച്ചെന്ന് അയ്യോ എൻ്റെ ചേട്ടായി വന്നേ അല്ലെങ്കിൽ എൻ്റെ വാവാച്ചി വന്നേ എന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടിച്ചല്ലാണ്ട് നമ്മളെ വീണ്ടും മുതലെടുക്കാൻ ഒരവസരം കൊടുക്കരുത്. അത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. അതന്നെ അതന്നെ. അപ്പൊ എന്തൊക്കെയോ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. ദിസ് വൺ ഓക്കെ. അതായത് മനസ്സിന് ശാന്തതയില്ല. നിങ്ങൾ പല പരിപാടികളും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. മനസ്സിന് ശാന്തത വരുത്താനുള്ള പല പരിപാടികളും ശ്രമിക്കുന്നുണ്ട്. മനസ്സിന് പൂർണ്ണത വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സ് എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ടോട്ടലി നിങ്ങൾക്ക് എപ്പോഴൊക്കെയോ മനസ്സ് കൈവിട്ടു പോകുന്നുണ്ട്. മനസ്സിന് പൂർണ്ണത വരുന്നില്ല. പൂർണ്ണമായിട്ടും ഒന്ന് ആഴത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല. പൂർണ്ണമായിട്ട് ഒരു ആഹ്ലാദം, ഒരു ചിരി, മനസ്സ് നിറഞ്ഞൊരു ചിരി സെക്കൻഡുകൾ മാത്രമുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും പഴയപടിയിലോട്ട് പോകുന്ന ചിന്തകളിലോട്ട്, പാസ്റ്റിലോട്ടൊക്കെ പോകുന്ന ഒരവസ്ഥ. മാപ്പ് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാപ്പ് കൊടുക്കുക. നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക, സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്നുണ്ടാകാം.
അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിലോട്ട് ജീവിതം നയിക്കാൻ നോക്കുന്നുണ്ടാകാം. നിങ്ങളുടെ കൂടെ ഒരു പോസിറ്റീവ് സർക്കിൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏഞ്ചലിന്റെ ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു നേർവഴിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, ടേക്ക് ചാർജ് ആൻഡ് ആക്ഷൻ. നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ആക്ഷൻ എടുക്കേണ്ട പരിപാടിയിലാണെങ്കിൽ ആക്ഷൻ എടുക്കണം. അല്ലാതെ നമ്മൾ അവിടെ ഇരുന്ന് ചിന്തിച്ച്, ഇവിടെ ഇരുന്ന് ചിന്തിച്ച്, ടെറസിലിരുന്ന് ചിന്തിച്ച്, ഓഫീസിലിരുന്ന് ചിന്തിച്ച്, കാറിലിരുന്ന് ചിന്തിച്ച്, കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് കുറെ ചിന്തിച്ച്, അങ്ങനെ ചിന്തിക്കണ ഇതാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് ആക്ഷനിലോട്ട് വരണം. ഒന്നല്ലെങ്കിൽ അന്വേഷിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്തുക, അല്ലെങ്കിൽ ഇവരുടെ പരിപാടികൾ ഇവരെ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ ദൈവമേന്ന് പറഞ്ഞ് പുതിയ വഴികളിലോട്ട് പോവുക. മനസ്സിലായോ? എല്ലാവർക്കും ഒരു സമയം വരും. അല്ലാതെ നമ്മളെ മാത്രം ഒരു വ്യക്തി വഞ്ചിച്ചു. എല്ലാ ജീവിതത്തിലും എല്ലാവർക്കും പ്രേമബന്ധങ്ങളൊന്നും ഇല്ലാത്ത ജീവിതങ്ങളൊന്നും ഇല്ല. എല്ലാ ജീവിതത്തിലും ഉണ്ടാവും. അല്ലാതെ നമുക്ക് മാത്രമാണ് അങ്ങനെ, എനിക്ക് മാത്രം ഇങ്ങനെ, നമ്മളെ മാത്രം വഞ്ചിച്ചു, അങ്ങനെയൊന്നും അല്ല. എല്ലാവർക്കും വഞ്ചനയും ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ ലൈഫ് ടൈം എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു വഞ്ചന ആരുടെ അടുത്തു നിന്നാണെങ്കിലും ഉണ്ടാവും. അതൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. അല്ലാതെ എന്നെ മാത്രം വഞ്ചിച്ചു, എന്നെ മാത്രം പറ്റിച്ചു, അവരൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു, ഞാൻ മാത്രം ഒന്നുമല്ല. നിങ്ങളോടൊക്കെ ഒന്ന് പറയൂ എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ എല്ലാവരും? ഇല്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈ പുറം പോളിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിനെ വിലയിരുത്താതിരിക്കുക. എന്നിട്ട് എനിക്ക് മാത്രം ഇങ്ങനെയാണെന്ന് അതൊക്കെ ഒന്ന് മാറ്റുക. ക്ഷീണം, തളർച്ച, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വെള്ളം കുടിക്കേണ്ട സമയത്ത് വെള്ളം നല്ല രീതിക്ക് കുടിക്കുക. എന്ത് വെള്ളം? മിനറൽ വാട്ടർ, തിളപ്പിച്ച വെള്ളം, കരിങ്ങാലി വെള്ളം, ജീരക വെള്ളം, അതൊക്കെ ആ വെള്ളത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ വെള്ളം അടിച്ച് പാമ്പാകുന്ന കാര്യമല്ല പറഞ്ഞത്. ഇനി അത് അഞ്ജലി പറഞ്ഞു അങ്ങനെ പറഞ്ഞത്. വെള്ളം അടിച്ച് പാമ്പാവുന്ന കാര്യമല്ല പറഞ്ഞത്. തിളപ്പിച്ചാറ്റിയ വെള്ളം നല്ല രീതിക്ക് കുടിക്കുക. മനസ്സിലായോ? ഫുഡ് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ കഴിക്കുക. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ഫുഡ് വൈകുന്നേരം വേണമെന്നുണ്ടെങ്കിൽ കഴിക്കുക. ചില ആളുകള് തളർന്ന് വീഴണോ എന്ന് തോന്നും ആവശ്യത്തിന്. അതായത് നമ്മുടെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഫുഡ് എടുത്ത് കഴിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങേയറ്റം ദാഹിക്കുമ്പോഴാണ് വെള്ളം എടുത്ത് കുടിക്കുന്നത്. വണ്ടിക്ക് പെട്രോൾ ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓടുമോ? ഇല്ല. അപ്പൊ അതൊന്ന് ചിന്തിക്കുക. അല്ലാതെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് മാത്രം. എല്ലാവർക്കും ഒരു സമയം വരുമെന്നേ. അതൊക്കെ അല്ലാതെ എല്ലാവരുടെയും ഒരു സമയം ഇങ്ങനെ ആലോചിച്ചും ചിന്തിച്ചും വിഷമിച്ചും ദുഃഖിച്ചിരിക്കാനുള്ള ഒന്നും അല്ലെന്നേ. അങ്ങനെയൊന്നും അല്ല. എല്ലാവർക്കും ഒരു സമയമുണ്ട്. എല്ലാവർക്കും ഒരു സമയം, അത് വന്നേ പറ്റൂ, അത് വരും. അല്ലാതെ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചിന്ത കൂടുതലാണ്. അതെനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ സന്തോഷം കുറച്ചൊക്കെ നമ്മൾ കണ്ടെത്തുക. പിന്നെ ഈ ആളുടെ കാര്യത്തിൽ നിങ്ങളൊരു വ്യക്തത വരുത്തുക, നിങ്ങൾ തീരുമാനിക്കുക. വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തത വരുത്തി നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക. അവരവരുടെ കാര്യങ്ങളാണ്. നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ആവശ്യമില്ലാത്തതും വേണ്ടാത്തതൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നോയാണ്. ഓക്കെ, അതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ആവശ്യമില്ലാതെ ആരും വെറുതെ വിഷമങ്ങൾ കൂട്ടാതിരിക്കുക. ഇതിലെ എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന, നിങ്ങൾക്ക് കണക്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്കൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.